ജീവനാഥനായി എന്നുള്ളത്തിൽ യേശുവേ വാ, ഹൃദയത്തിൻ വാതിൽ തുറക്കാം. യേശുവേ വാ, ജീവനാഥനായി എന്നുള്ളത്തിൽ യേശുവേ വാ, എൻ രക്ഷകനെ എന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ. എന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ. എന്നും ജീവിക്കുന്നു യേശുവേ. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ ഈ നിമിഷം അങ്ങ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യേശുവേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ ഇപ്പോൾ ഞങ്ങളോട് കാണിക്കുന്ന ഈ വലിയ കരുണയെ ഓർത്ത്, സ്നേഹത്തെ ഓർത്ത് യേശുവേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കും എന്ന വചനത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ നിമിഷം അങ്ങ് ഞങ്ങളുടെ മധ്യയുണ്ട്, ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ അങ്ങ് ഞങ്ങളുടെ മധ്യയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Lord. Thank you Lord. Hallelujah Lord. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്ത് രസമായിരുന്നല്ലേ. ഈശോയുടെ ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ആ പാട്ടിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു ഈശോയെ വാ. ശരിക്കും എത്ര മധുരമായിട്ട് നമ്മൾ ഈശോയെ വിളിച്ചത്. അത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണും. കാരണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യമാണ്. ഒരുപക്ഷെ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളുടെ ഒരു ആപ്തവാക്യം എന്ന് പറയേണ്ടത് ആ ഒരു വചനം തന്നെയാണ്. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ ലൈഫ് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ പറയാം. 2006 ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചപ്പോൾ ജീസസ് യൂത്ത് പ്രോഗ്രാമിലൂടെ, അതുവരെ എനിക്കൊരു നോർമൽ കാത്തലിക് ആയിരുന്നു. ഞാൻ ഒരു സൺഡേ കാത്തലിക് അല്ലെ, ഒരു സാധാരണ കാത്തലിക് ആയിരുന്നു. പക്ഷേ ആ ഒരു 2006 ഒരു ജീസസ് യൂത്ത് പ്രോഗ്രാമിലൂടെ ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചപ്പോഴത്തേക്കും അന്ന് മുതൽ തുടങ്ങിയ ഒരു യാത്രയാണ്. അന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വേർഡ് ഓഫ് ഗോഡ് ഇതാണ്: നമ്മൾ ഈശോയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? അവിടുത്തെ രാജ്യവും നീതിയും നമ്മൾ അന്വേഷിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടോ? ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ശരിക്കും എന്താണ് അവിടുത്തെ രാജ്യവും നീതിയും എന്ന് പറയുന്നത്? ഈശോയുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുക. ശരിക്കും നമ്മളുടെയൊക്കെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സക്സസ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത്, എത്രത്തോളം നമ്മൾ ഈശോയായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു അതാണ് ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ വേർഡ് ഓഫ് ഗോഡും നമ്മളോട് പറയുന്നത്. ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈശോയെ നമ്മൾ സെൻട്രൽ പോയിന്റിൽ നിർത്തിയിട്ടുണ്ടോ? ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതിനകത്ത് ഒരു കോൺട്രാഡിക്റ്റ്, അതിനകത്ത് വേറൊരു വേർഡ് നമുക്ക് പറയാനില്ല. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത് പറയുവാണെങ്കിൽ, ഞാൻ
ഫുൾ ടൈമറായിരുന്നു. 1 വർഷം കർത്താവിന് വേണ്ടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി എന്തെന്നുള്ള ചോദ്യത്തിൽ എന്നെ വലിയൊരു, കാരണം നിങ്ങൾക്കറിയാം ഈ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മളെ പരിഹസിക്കും. ഇനി എന്ത്, ചുമ്മാ 1 വർഷം കൊണ്ട് കളഞ്ഞു, ഡിഗ്രി കഴിഞ്ഞ് 1 വർഷം കൊണ്ട് കളഞ്ഞു, ഇനി നിനക്ക് എന്നാ കിട്ടാൻ പോകുന്നു എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു, ഞാനതും ആ പറയുന്നതും ആ കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴെല്ലാം ഞാൻ എല്ലാ ദിവസവും ഈശോയുടെ വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും പേഴ്സണൽ പ്രെയർ ചെയ്യുകയും എൻ്റെ കൗദാശിക ജീവിതങ്ങളെല്ലാം അതേപോലെ തന്നെ റൺ ചെയ്തുകൊണ്ടിരുന്നു. എനിക്കറിയാം എൻ്റെ തമ്പുരാൻ എനിക്ക് വചനം പറയുന്നുണ്ടല്ലോ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ശരി, ഒരുപക്ഷെ അതായിരിക്കണം നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഫുൾ ടൈംഷിപ്പ് കഴിഞ്ഞ് എന്തെന്നുള്ള ചോദ്യത്തിൻ്റെ ഇടയിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഫിനാൻഷ്യലി എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. കാരണം ഞങ്ങളുടെ വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നുമില്ല. അപ്പം ഞാൻ റിസ്ക് എടുത്ത് ആ സമയത്ത് ഞാൻ തമ്പുരാൻ പറഞ്ഞ് കേട്ടില്ല. എൻ്റെ പേഴ്സണൽ പ്രെയറിൽ ഈശോ പറയുന്നുണ്ട്, മോനെ പഠിക്കാൻ പോകും. പക്ഷേ ഞാനത് കേൾക്കാതെ ഞാൻ ആസാമിലൊരു സ്ഥലത്ത് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പോയി. പക്ഷേ അവിടെ നിന്ന് ഞാൻ തിരിച്ച് അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ഞാൻ പിന്നെയും ഈശോ പറയുന്നുണ്ട്, മോനെ പഠിക്കാൻ പോകും. അങ്ങനെ ഞാൻ റിസ്ക് എടുത്തിട്ട് ആസാമിൽ നിന്ന് ചെന്നൈയിൽ ലയോളയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ തമ്പുരാനൊരു പദ്ധതിയുണ്ട്. ഒട്ടും യോഗ്യതയില്ലായിരുന്നിട്ടും എന്നെ ചെന്നൈയിൽ ലയോളയിൽ MSWന് എനിക്ക് അഡ്മിഷൻ കിട്ടി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൈസ എല്ലാം തീർന്നു. ഇനി എന്തെന്നുള്ളത്, വീട്ടുകാർ ഒരിക്കലും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തില്ല. ഇനി എന്തെന്നുള്ളത് ചോദ്യം എനിക്ക് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴും എൻ്റെ ഈ ഡെയിലി റൊട്ടീൻ, തമ്പുരാനുമായിട്ടുള്ള ബന്ധം, അത് കൂടുതൽ അർത്ഥമുണ്ടെന്ന്. അതായത് ഞാൻ പറഞ്ഞ എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ പറ്റുന്നു അപ്പോഴൊക്കെ നമ്മൾ കൂടുതൽ ഈശോയോട് ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു ഇതുണ്ട്. അത് ഞാനങ്ങനെ നടന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് തിരിച്ച് ലയോളയിൽ ചെല്ലുമ്പോഴത്തേക്കും ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ പോകുമ്പോഴത്തേക്കും ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ട്രെയിനിൽ നിന്നുകൊണ്ട് ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, തമ്പുരാനെ ഇനി എനിക്ക് എങ്ങനെ എൻ്റെ ഫീസ് അടയ്ക്കണം, എൻ്റെ ഫിനാൻഷ്യൽ, എൻ്റെ ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ പോകുന്ന വഴി എനിക്കൊരു കോള് വന്നു. നിങ്ങൾ ഓർക്കണം, തിരുനെൽവേലി കഴിഞ്ഞ് സേലം കഴിഞ്ഞ് പോകുന്ന വഴിയിൽ എനിക്കൊരു കോള് വന്ന്, ഞങ്ങളുടെ ഇടവകയിൽ എന്നെ അറിയാവുന്നൊരു ചേട്ടനാണ്. മോനെ, ഞാൻ പുള്ളിയോട് ഇത് ഷെയർ ചെയ്തായിരുന്നു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ കർത്താവ് നോക്കിക്കോളും. ഞാൻ അങ്ങനെ പുള്ളിയോട് പറഞ്ഞു. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒരാൾ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്, നീ പഠിച്ചാൽ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലൊരാളെ നീ ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത്തെ വർഷം എത്ര മനോഹരമായിട്ടാണ്, ഞാൻ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് എൻ്റെ 2ാം വർഷം ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം മനോഹരമായിട്ട് പോയി. ഞാൻ പറയുന്നത് കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു വചനത്തിൽ അടിസ്ഥാനമായിരിക്കണം. എന്നാലേ നമ്മൾ ഈസി ആയിരിക്കത്തില്ല. ഞാൻ ഈ പറയുന്നത് അത്ര ഈസിയാണെന്ന് വിചാരിക്കരുത്. പട്ടിണി കിടന്നിട്ടുണ്ട്, പല അവസരങ്ങളിലും പല പ്രശ്നങ്ങളും പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കർത്താവിൽ പ്രയോറിറ്റി കൊടുത്താൽ അതിൽ കർത്താവ് നമ്മളെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ വചനം. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പം ഇത് നമ്മൾ വെറുതെ പറഞ്ഞ് ഫലിപ്പിക്കുന്നതല്ല, നമ്മുടെ ജീവിതം അത്. അപ്പം അതുകൊണ്ട് അതിൽ നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. ജീവിതം എന്ന് പറയുന്ന ഒരു തിരമാലയല്ലേ. ലൈഫ് ഇങ്ങനെ പൊങ്ങുകയും താഴുകയും പൊക്കോണ്ടിരിക്കും. ആ ഒരു താഴ്ചയുടെ സമയത്തും നമ്മൾ ഒരിക്കലും കർത്താവിനെ കൈവിടല്ലേ, മുറുകെ പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു അടുത്തൊരു പൊക്കമുണ്ട്, അത് ചിലപ്പം ഇച്ചിരി ലേറ്റായി പോവായിരിക്കും. എൻ്റെ ലൈഫിൽ പറയാനാണെങ്കിൽ ഇങ്ങനെ കിടക്കുവാണ്, അത്ഭുതങ്ങളുടെ പെരുമഴയാണ്. പക്ഷേ കർത്താവ് കൊണ്ടുവരുന്ന വഴികൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് എങ്ങനെ പുള്ളിയെ നമുക്ക് കൈവിടാൻ തോന്നും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഈ ഒരു ലൈഫ് കർത്താവിന് പൂർണ്ണമായിട്ട് കൊടുക്കാം. യേശുവിനെ ഏക രക്ഷകനും നാഥനുമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. അത് ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കുമ്പോഴല്ല, എന്തെങ്കിലും കിട്ടാതിരിക്കും, നമ്മൾ സങ്കടം ഉള്ളപ്പോഴത്തേക്ക് മാത്രം ഓടിച്ചെല്ലുന്ന സംഭവമല്ല. സന്തോഷം ഉള്ളപ്പോഴും സങ്കടം ഉള്ളപ്പോഴും അതല്ലേ കർത്താവ് നമ്മളോട് പറയുന്നത്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. കർത്താവിനോടൊപ്പം സന്തോഷിക്കുക, ഒന്നുമില്ലാത്ത അവസ്ഥയിലും കർത്താവിനോടൊപ്പം സന്തോഷിക്കുക. ഒരുപക്ഷെ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാനോട് നമ്മളുടെ ഈ ഒരു ജീവിതം കർത്താവിൻ്റെ മുന്നിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈശോയെ സ്നേഹിക്കാം, ഈശോയുടെ കൂടെ ആയിരിക്കാം. ഈശോ നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. വചനം പറയുന്നത് പോലെ തന്നെ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അപ്പം ആ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഈ ഒരു സമയം നമുക്ക് കർത്താവിൻ്റെ മുന്നിൽ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ലോർഡ്. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ ലോർഡ്, we love you Jesus, we thank you Lord. ഹല്ലേലൂയ ഹല്ലേലൂയ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ ഈരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മാ, കൂടെയിരിക്കും, നൽകും അവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹിം, സൃഷ്ടാവാം ദൈവം, നിൻ വചനത്തിൽ ഉളവായില്ല. യഹോവ ഇല്യോൻ, അത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നീ മാത്രം. ഈശോയോട് പറയാം നമുക്ക്, ഈശോയെ നീ മാത്രം മതി എനിക്ക്, ഈശോയെ അങ്ങ് മാത്രം മതി എനിക്ക് എന്ന് നമ്മൾക്ക് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് നമുക്ക് ഈശോയോട് പറയാം. ഈശോയെ, ഈശോയെ നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. യേശുവേ മഹത്വം, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ഈശോയെ ശാന്തിയില്ലാത്ത, സമാധാനമില്ലാത്ത, രോഗത്തിൻ്റെ, എൻ്റെ ആവശ്യങ്ങളിൽ, എൻ്റെ കഷ്ടതകളിൽ, എല്ലാ അവസ്ഥകളിലും ഈശോയെ നീ മാത്രം മതി എനിക്ക് എന്ന് പറയാൻ ഉള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മറ്റുള്ളതെല്ലാം എനിക്ക് എൻ്റെ കൂടെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഈശോയെ ഞാൻ രോഗിയായിരിക്കുമ്പോൾ, ഈശോയെ ഞാൻ തളർന്നിരിക്കുമ്പോൾ, ഈശോ എനിക്ക് ശക്തിയില്ലാത്തപ്പോൾ, ഈശോയെ മറ്റുള്ളവരെന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കുടുംബത്തിലുള്ളവർ എല്ലാവരും എന്നെ ഒറ്റയ്ക്കാക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, ജീവിതത്തിൽ സമാധാനമില്ലാതാകുമ്പോൾ, ഈശോയെ എൻ്റെ എല്ലാ അവസ്ഥകളിലും ഈശോയെ എനിക്ക് നീ മാത്രം മതി എന്ന് പറയാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈശോയെ എൻ്റെ ഉയർച്ചകളുടെ സമയത്ത് എനിക്ക് എല്ലാവരും ചുറ്റും ഉള്ളപ്പോൾ, ഈശോയെ ഞാൻ എൻ്റെ സമ്പന്നതയുടെ ഏറ്റവും വലിയ പീക്കിൽ നിൽക്കുമ്പോഴും
ഈശോയെ എനിക്ക് നീ മാത്രം മതി എന്ന് പറയാനായിട്ട് എന്നെ നീ അനുഗ്രഹിക്കണമേ. ഈശോ, എൻ്റെ ജീവിതത്തിലേക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരുമ്പോൾ നിന്റെ ദാനമാണത് എന്ന് മനസ്സിലാക്കി അപ്പോഴും ഈശോയെ നീ മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കാനായിട്ട്, നിന്നെ മുറുകെ പിടിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവേ, എൻ്റെ പിതാവായ ദൈവമേ, എൻ്റെ ഈശോയെ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ കൂട്ടുകാരിലേക്ക്, ഞാൻ ആയിരിക്കുന്ന അവസ്ഥകളിലേക്ക് എല്ലാം ഈശോയെ നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും നീ മാത്രം മതി ഈശോയെ എനിക്ക്. ഒരിക്കൽ കൂടെ നമുക്ക് ഈരടി പാടി പ്രാർത്ഥിക്കാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. എല്ലാവരും ഈ സമയം ആയിരിക്കുന്ന അവസ്ഥകളിൽ പാടട്ടെ. മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഒരിക്കൽ കൂടെ നമുക്ക് പാടാം. നീ മാത്രം മതി യേശു, മാത്രം മതി എനിക്ക്, നീ മാത്രം മതി എനിക്ക്. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നമ്മൾ ഈശോയെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതും ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുള്ളതും ഒത്തിരി ധ്യാനത്തോടുകൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളൊരു വചനമാണ്. എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു സാധാരണ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ചെയ്യുന്നത് എന്താ? നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈശോയെ സമീപിക്കുന്നത്, അല്ലേ? ഇപ്പം നിങ്ങൾക്കിപ്പോൾ എന്തൊരു വിഷമം വരികയോ അല്ലെങ്കിൽ എന്തൊരു ആവശ്യം വരുമ്പോഴാണ് നിങ്ങൾ കൂടുതലും പോയി പള്ളിയിൽ പോകുന്നതും, അല്ലേ? ശരിക്കും അതൊരു നിങ്ങളൊന്ന് ഓർത്ത് പോയിക്കേ. ഇപ്പം നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുടെ ഇടയ്ക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും, നമ്മൾ ആവശ്യത്തിന് വേണ്ടി മാത്രം ചെല്ലുമ്പോഴത്തേക്ക് ആളുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്, അല്ലേ? അത് ശരിക്കും അങ്ങനെയല്ല നമ്മൾ ഈശോയെ സ്നേഹിക്കേണ്ടത്. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ അവസാനത്തെ അധ്യായത്തിൽ പറയുന്നൊരു വേർഡ് ഭയങ്കര രസമാണ്. അതായത് ആ ഒരു പ്രവാചകൻ്റെ ഉത്കണ്ഠയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ അതൊരു ഭയങ്കര നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിക്കണം. ഇങ്ങനെയാണത് പറയുന്നത്: അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും ഒലിവ് ജില്ലകളിൽ കായ്കളില്ലാതായാലും ആലയിൽ ആടുകൾ അറ്റുപോയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. അന്നത്തെ കാലത്ത് അവരുടെ സമ്പാദ്യം എന്നൊക്കെ പറഞ്ഞത് അതാണ്. അപ്പം അതൊന്നുമില്ലെങ്കിൽ പോലും, ഇപ്പം വേണേൽ പറയുവാണെങ്കിൽ എനിക്ക് ഐഫോൺ ഇല്ലെങ്കിലും, എനിക്ക് ബൈക്കില്ലെങ്കിലും, എനിക്ക് കാറില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും, അല്ലേ? നമുക്കൊന്നുമില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പ്രവാചകരിടുന്നൊരു വാക്കുണ്ട്: കലമാൻ്റെ പാദങ്ങൾക്ക് എന്നതുപോലെ അവിടുന്ന് എനിക്ക് വേഗത നൽകും. മനസ്സിലായോ? അതായത് നമുക്കൊന്നുമില്ലെങ്കിൽ പോലും നമ്മളെ സമൃദ്ധിയിൽ നടത്താനുള്ള കഴിവ് എൻ്റെ ദൈവത്തിനുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് പ്രവാചകൻ പറയുന്നത്. മനസ്സിലായോ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക. അതായത് നമ്മൾ എത്രത്തോളം നമ്മുടെ ഈ ഒരു ലൈഫ് കർത്താവിൻ്റെ കൂടെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നോ, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റണം, അല്ലേ? അതായത് നമ്മളുടെ ഈശോയെ സ്നേഹിക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. നമുക്ക് നമ്മളുടെ ഈശോയാണ്, നമുക്കെല്ലാം സമൃദ്ധമായിട്ട് തരാൻ കഴിവുള്ള നമ്മുടെ തമ്പുരാൻ, നമ്മുടെ ദൈവം. ആ ഒരു വിശ്വാസത്തോടെ, ആ ഒരു തീഷ്ണതയോടെ ഈശോയെ സ്നേഹിക്കുക. എന്തെങ്കിലും ഉള്ളപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തപ്പോഴത്തേക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസണിൻ്റെ പേരിൽ മാത്രം ഈശോയെ സ്നേഹിക്കാതെ അനുദിനം ഈശോയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്നതാണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴായിരിക്കും നമ്മുടെ സമാധാനം, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം? അല്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്, നമ്മുടെ ലൈഫിൽ നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നത് എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോഴാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ, നമുക്ക് ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മുടെ മുള്ളുകളുണ്ടായിരിക്കാം, പ്രശ്നങ്ങളുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനും പ്രശ്നങ്ങളില്ലാത്തതായിട്ട് ആരുമില്ല. പക്ഷേ ആ പ്രശ്നങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് പറഞ്ഞു തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ കൂടെയുള്ളത്. ഇപ്പം നമ്മളുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നൈസായിട്ട്, ഫ്രീ ആയിട്ട് അതിനെ എടുത്ത്
നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും, അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ കർത്താവ് കൂടെ ഉണ്ടായിരിക്കണം. അതാണ് അതിനകത്ത് ഒരു എന്താ പറയുന്നത്, ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഇപ്പം നിങ്ങൾക്കൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ബ്ലാങ്ക് ആവും, അല്ലേ? നമ്മൾ പെട്ടെന്ന് ബ്ലാങ്ക് ആവും, നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എന്ത് വിഷമം ഉണ്ടായാലും ഞാൻ ആരുടെയും മുന്നിൽ പോയി കരയാറില്ല, ഒരാളോട് പോലും ഷെയർ ചെയ്യാറില്ല. ഈവൻ എനിക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആരുടെ അടുക്കുകയും പോയി ഞാൻ പറയാറില്ല. ഞാൻ ആദ്യം പോകുന്നത് നേരെ ഓടി ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അഡോറേഷൻ ചാപ്പലുണ്ട്, അവിടെ പോയി ഞാനിരിക്കും. ഞാൻ അവിടെ പോയിരുന്ന് കരയും. എനിക്ക് എൻ്റെ സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ ആകെ ഒരു മനുഷ്യനേ ഉള്ളൂ, അതെൻ്റെ ദൈവം. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ റിലാക്സ്ഡ് ആവും, അല്ലേ? ഞാൻ റിലാക്സ്ഡായി അവിടുന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഞാൻ കയറിയ മനുഷ്യനല്ല. കാരണം എൻ്റെ ഭാരങ്ങളും എൻ്റെ സങ്കടങ്ങളും ഓൾറെഡി ഏറ്റെടുക്കാൻ കഴിവുള്ളവനാണ്. നമ്മൾ മനുഷ്യനായതുകൊണ്ട് നമുക്ക് ബലഹീനതകളുണ്ട്, അല്ലേ? പക്ഷേ ഇതെല്ലാം പറയാനും ഇതെല്ലാം നമ്മളെ കുഴപ്പമില്ലടാ മോനെ, ഓക്കെ റെഡിയാവും എന്ന് പറയാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം, അല്ലേ? അങ്ങനെ എല്ലാം അവിടെ പറഞ്ഞിട്ട് അങ്ങോട്ട് നൈസായിട്ട് കൂളായിട്ട് ഇറങ്ങുക. ശരിക്കും നമ്മുടെ ലൈഫ് അങ്ങനെ ആയിരിക്കണം. ഞാൻ എൻ്റെ കൂട്ടുകാരോടും എൻ്റെ സഹപാഠികളോടും ഒത്തിരി പേരോടും ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് അവരുടെ ലൈഫിൽ ഇത് കണ്ടിട്ടുമുണ്ട്. എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, അവൻ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞടാ, നീ എൻ്റെ മുന്നിൽ കരയേണ്ട ആവശ്യമില്ല, ഇത്രയും പൊക്കവും തടിയും തൻ്റെടും ഒക്കെ ഉണ്ടല്ലോ, നീ കർത്താവിൻ്റെ മുന്നിൽ പോയി കരയാൻ പറഞ്ഞു. അവനത് കേട്ടു. ഞാൻ പറഞ്ഞത് അവൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അവനെ കണ്ടത് അവൻ്റെ പഴയ മോഹമല്ല, വിരൂപമായ മോന്തമല്ല അവനെ കണ്ടത്. അവൻ്റെ നമുക്ക് ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിരി നമ്മുടെ മനസ്സിൽ നമുക്കറിയാം. അതിൻ്റെ ഒരു പ്രസന്നത ഇപ്പോഴും അതിനൊരു ഭയങ്കര ബ്യൂട്ടിയാണ്. അത് ഞാൻ അവരിൽ കണ്ടു. ഞാൻ പറഞ്ഞത് ഇതായിരിക്കണം നമ്മളുടെ ലൈഫ്. പിന്നെ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ബലഹീനത ഉണ്ടാകും, നമ്മൾ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും. അപ്പോഴെല്ലാം നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ഒരു വചനമുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ ദൈവം, ഫിലിപ്പി 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എൻ്റെ ലൈഫിലൊരു പ്രധാനപ്പെട്ട, എൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് ഒത്തിരി ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് വന്നിട്ടുണ്ട്. അപ്പം പഠന സമയത്തെല്ലാം ഈ ഒരു സ്ട്രഗിൾസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വേർഡ് ഓഫ് ഗോഡാണിത്, എൻ്റെ ദൈവം. അതായത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ വചനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരു ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാരണം ഓൾറെഡി കർത്താവിന് അറിയാം നിങ്ങൾക്ക് തരാനുള്ളതെല്ലാം തരും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതായത് നമുക്ക് തരാൻ കഴിവുള്ളവനാണ്. അപ്പം അത് കണ്ട് നമ്മൾ പോവുക. പക്ഷേ എന്നാലും നമ്മൾ മനുഷ്യരാണ്. നമ്മളെപ്പോഴും പറയും ഇതുവരെ ഒന്നും ആയില്ല, ഇതുവരെ ഒരു വാഴക്കായോ ആയില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടനെ നമുക്ക് ഈ വചനം എടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മനസ്സിലായോ? അപ്പം നമ്മൾ കൂളാകും. അപ്പം എന്നെ പിടിച്ചു നിർത്തിയ വലിയൊരു വേർഡ് ഓഫ് ഗോഡാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ? എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആമേൻ. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഹല്ലേലൂയ ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, കർത്താവേ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, വി പ്രൈസ് യു ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ ലോർഡ്, ഹല്ലേലൂയ. ലവ് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തമ്പുരാനെ ഞങ്ങൾ കനിയണമേ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. സ്നേഹനാഥനായ ഈശോയെ, കർത്താവെ ഒന്നും പ്രതീക്ഷിക്കാതെ, കർത്താവെ ഹബക്കൂക്ക് പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ ഒന്നിലും ഒരു പ്രതീക്ഷ വെക്കാതെ, അല്ലെങ്കിൽ ഇന്നത് കിട്ടും ഇന്നത് കിട്ടുമോ ഒന്നുമല്ല കർത്താവെ, നീയുമായിട്ടുള്ള ഒരു ബന്ധം അത് ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ആ ഒരു സക്സസ്. കർത്താവെ അതിനെ മുറുകെ പിടിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഒന്നുമില്ലാത്ത അവസ്ഥയിലും എൻ്റെ ദൈവം കലമാൻ്റെ പാദങ്ങൾക്ക് എന്നതുപോലെ എൻ്റെ കാലുകൾക്ക് വേഗത നൽകും. എൻ്റെ ജീവിതത്തിന് വേണ്ടതെല്ലാം കെട്ടിപ്പടുത്താനും എൻ്റെ ജീവിതത്തിന് വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കാനും കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. ആ ദൈവത്തെ
മുറുകെ പിടിക്കുവാനും ആ ദൈവത്തിൻ്റെ സ്നേഹം നുകരുവാനും നമുക്ക് ഓരോരുത്തർക്കും ആകണം. ഈ ഒരു സമയം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. നമ്മളെ എല്ലാ ടെൻഷൻസിനെയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും കർത്താവിന് വിട്ടുകൊടുക്കാം. നമുക്ക് ഫ്രീ ആകാം. എന്തിനാ ഈ ഭാരങ്ങളെല്ലാം ചുമന്നുകൊണ്ട് നടക്കുന്നത്? എന്തിനാ ഈ ടെൻഷൻസ് എല്ലാം ചുമന്നുകൊണ്ട് നടക്കുന്നത്? നിനക്ക് ജോലി വേണോ? നിനക്ക് നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകണോ? നിനക്ക് നിൻ്റെ പഠനം, നിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, നിൻ്റെ ഫാമിലി, നിനക്ക് വീട്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാനും ഇതെല്ലാം തരാനും കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇസ്രായേൽ ജനത്തിനെ കൊണ്ടുപോയപ്പോഴത്തേക്കും അവർക്ക് കൊടുത്തപ്പോഴും, മന്ന കൊടുത്തപ്പോഴും, മേഘങ്ങളെ കൊടുത്തപ്പോഴും, അവരുടെ വെള്ളം കൊടുത്തപ്പോഴും, കടൽ രണ്ടായിട്ട് മുറിച്ചപ്പോഴും എല്ലാം അവർ ഹാപ്പി ആയിരുന്നു. പക്ഷെ അതൊക്കെ കിട്ടാതായപ്പോഴത്തേക്കും അവരുടെ ലൈഫിൽ ഭയങ്കര സങ്കടമായി. കൂട്ടുകാരെ, അതല്ല നമ്മുടെ ലൈഫിൽ വേണ്ടത്. ഒന്നുമില്ലായ്മയും കർത്താവിനോട് കൂടെ ചേർന്നിരുന്ന് സന്തോഷിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഈ ഒരു സമയം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടുകൂടെ നമുക്ക് ഒന്നു ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ലോർഡ്. ഈശോയെ നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വി പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ ലോർഡ്. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ ലോർഡ്. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വി പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നമ്മൾ ആദ്യം പാടിയ ഈരടി പാടി നമ്മൾക്ക് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം. യേശു വന്നിട്ടുണ്ട്. യേശു നമ്മളുടെ അവസ്ഥയെ മാറ്റാനും എല്ലാം ഈശോ നമ്മളുടെ ഹൃദയത്തിലേക്കും നമ്മളുടെ മധ്യത്തിലേക്കും ഈശോ വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, എന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, എന്നും ജീവിക്കുന്നോൻ യേശുവേ. ഒരിക്കൽ കൂടി വിശ്വസിച്ച് പാടാം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, എന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, എന്നും ജീവിക്കുന്നു യേശുവേ. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ. വാ, ജീവനാഥനായി എന്നുള്ളത്തിൽ യേശുവേ. വാ, ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ.